അടിമാലി ഭാഗത്ത് നല്ല പ്രീമിയം വീടും സ്ഥലത്തോട് കൂടി നോക്കണവരാണോ? അത് അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളിടത്ത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലവും വീടോട് കൂടി കറക്റ്റ് ആയിരിക്കും. ഇത് മൊത്തം 58 സെന്റ് സ്ഥലത്ത് 3300 സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ. നല്ല രീതിയിൽ നല്ല പ്രീമിയം ആയിട്ട് പണിതിട്ടുള്ള വീടാണ്. അതുപോലെ പറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ തന്നെ എം റോഡ് കാണാവുന്നതാണ്. താക്കാണ്ടിയാണ് മച്ചിപ്ലാവ് ജംഗ്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ആട്ടോ. അപ്പോൾ അവിടെ നോക്കിയാൽ തന്നെ വീട് കാണാം. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് വീടുള്ളത്. അപ്പോൾ ഈ വീട് റിസോർട്ട് പർപ്പസിനോ റെസിഡൻഷ്യൽ പർപ്പസിനോ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഈ കണ്ണുന്ന വീടിൻ്റെ പോർച്ചും കാര്യങ്ങളും വന്നിട്ടുള്ള നല്ല പ്രീമിയം ആയിട്ടുള്ള തൂണുകൾ കൊടുത്തിട്ടുള്ള ഒരു പോർച്ചാണ്. അതുപോലെ മുറ്റത്തായിട്ടൊരു 5 or 6 കാറുകളിൽ ആവശ്യമായിട്ട് പാർക്ക് ചെയ്യാം. ആ സൈഡിലേക്കായാലും കിച്ചൺ സൈഡിലേക്കായാലും നമുക്ക് വണ്ടി കയറ്റിടാവുന്ന സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നല്ല വീട് ഒരു ചെറിയ ഹൈറ്റിലാണ് കേട്ടോ. റോഡ് ലെവലിൽ ചെറിയൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സൈറ്റ് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കുമ്പോഴായാലും കാണാവുന്നതാണ്. നല്ല മനോഹരമായിട്ട് സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു 2 or 3 ഷെയർ ഇടാവുന്ന സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. തൂണുകൾ കൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് വെച്ചാണ് വീടിന് വന്നിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല മരത്തിൻ്റെ ഡോറുകളൊക്കെ കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡും കാര്യങ്ങളൊക്കെയാണ്. വീടിൻ്റെ പണി എടുത്ത് പറയേണ്ടതുണ്ടോ. ചുടുകട്ടകൾ കൊണ്ട് നല്ല മനോഹരമായിട്ട് പണിതിട്ടുള്ള വീടാണ്. അതുപോലെ സ്ട്രോങ് ബിൽട്ടാണ്. പഴയ ബിൽട്ട് ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ള ബിൽട്ടാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നല്ലൊരു രീതിയിലുള്ള സീറ്റിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല പ്രീമിയം ഒരു സ്പേസ് ആണോ. നല്ലൊരു TV യൂണിറ്റിനുള്ള സ്പേസ് അവിടെയായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ പാർട്ടീഷനോട് കൂടിയിട്ടാണ് ഡൈനിങ് റൂമിലേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് ആണ് തോന്നിട്ടുള്ളത്. ചെറിയൊരു വാഷ് ഏരിയ കോർണറിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഷോക്കേസ് ഈ സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കടന്നു ഒരു നല്ല മനോഹരമായിട്ടൊരു കിച്ചണിലേക്കാണ്. അത്യാവശ്യം നല്ല വിശാലമായിട്ടൊരു കിച്ചണാണ്. പുതിയ രീതിയിലുള്ള കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി ഉൾപ്പെടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പെരുമാറാൻ പറ്റിയ ഒരു കിച്ചണാണ്. നല്ല സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. ഇവിടുന്ന് കടന്നു വരുന്ന ചെറിയൊരു സ്റ്റോറേജ് ഏരിയയിലേക്കാണ്. അതുപോലെ ഇവിടെ അത്യാവശ്യം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വിറകടുപ്പ് ഈ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബെഡ്റൂമുകളിലേക്ക് പോകാൻ താഴത്തെ ബെഡ്റൂമാണ് ഈ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ബെഡ്റൂമിലേക്ക് പോയി ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. താഴത്തെ നിലയിലെ ഇവിടെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. സ്റ്റെയർ കയറി മുകളിലേക്ക് ഒരു ചെറിയൊരു ലാൻഡിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്നായിട്ടാണ് 2 ബെഡ്റൂമുകൾ വന്നിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന ആദ്യത്തെ ബെഡ്റൂം നോക്കുമ്പോഴേ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീടും സ്ഥലമാണ് കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇവിടുന്ന് അടിമാലിക്ക് ഏകദേശം 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വന്നിട്ടുള്ളത്. AM റോഡ് മച്ചിപ്ലാവ് ജംഗ്ഷനിലേക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരം മാത്രമാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഈ സ്ഥലം വന്നിട്ടുള്ളത് 58 സെന്റ് സ്ഥലത്ത് 3300 സ്ക്വയർ ഫീറ്റ് വീടാണ്. 4 ബെഡ്റൂമിലും 3 അറ്റാച്ച്ഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മൊത്തത്തിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1,85,00,000 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ കോൺടാക്ട് ചെയ്തോ. റിസോർട്ട് പർപ്പസിനും റെസിഡൻഷ്യൽ പർപ്പസിനും ഒരേപോലെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.